ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോകം സൗഭാഗ്യമെന്ന് കരുതുന്ന നിർഭാഗ്യങ്ങളുണ്ട്. അതുപോലെ നിർഭാഗ്യമെന്ന് കരുതുന്ന സൗഭാഗ്യങ്ങളുമുണ്ട്. ലോകം നൽകുന്ന ചില നിർവചനങ്ങൾ അർത്ഥശൂന്യമായി പോകുന്നത് നിർവചനം അതിൽ തന്നെ വിരുദ്ധമായി നിൽക്കുന്നതുകൊണ്ടാണ്. അതിന് ഒരു ഉദാഹരണമാണ് ദാരിദ്ര്യം. ലോക ദുരിതങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ദാരിദ്ര്യം. ഈ ദാരിദ്ര്യത്തെ തുടച്ചു നീക്കാൻ ലോകം കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ ദാരിദ്ര്യത്തെ ഒരു ഭാഗ്യമായും അനുഗ്രഹമായുമൊക്കെയാണ് സുവിശേഷം അവതരിപ്പിക്കുന്നത്. ഈശോ ദരിദ്രനായി പിറന്നതിലൂടെ ദാരിദ്ര്യം എന്നത് രക്ഷ സ്വന്തമാക്കാനുള്ള മാർഗമായി രൂപാന്തരപ്പെട്ടു. ദാരിദ്ര്യത്തിൻ്റെ സുവിശേഷമായിരുന്നു ഈശോയുടെ വാക്കുകളും ജീവിതവും. സ്വയം ദരിദ്രനായി നിലകൊണ്ടുവെന്നതാണ് അവിടുത്തെ മൊഴികളെ നേരുള്ളതും നനവുള്ളതുമാക്കി മാറ്റിയത്. അവിടുന്ന് പ്രബോധിപ്പിച്ച അഷ്ടസൗഭാഗ്യങ്ങളിൽ ആദ്യത്തേത് ദരിദ്രർക്കുള്ളതാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 20-ാം വാക്യം ഇപ്രകാരമാണ്: ദരിദ്രരെ നിങ്ങൾ അനുഗ്രഹീതർ, ദൈവരാജ്യം നിങ്ങളുടേതാണ്. ഇവിടെ ലൂക്കാ സുവിശേഷകൻ ശ്രോതാക്കളെ ശിഷ്യരെന്നോ സാധാരണ ജനങ്ങളെന്നോ വേർതിരിക്കാതെയാണ് പ്രഭാഷണം അവതരിപ്പിച്ചിരിക്കുന്നത്. ദാരിദ്ര്യം അനുഭവിക്കുന്നവരും ക്ലേശങ്ങൾ സഹിക്കുന്നവരും ലോകദൃഷ്ടിയിൽ നിർഭാഗ്യരാണ്. എന്നാൽ ദൈവദൃഷ്ടിയിൽ അവർ ഭാഗ്യവാന്മാരാണ്. ദരിദ്രരുടെ സുവിശേഷം എന്നറിയപ്പെടുന്ന വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഈശോയുടെ ദൗത്യമായി ആദ്യം അവതരിപ്പിക്കുന്നത് ദരിദ്രരോട് സുവിശേഷം അറിയിക്കുക എന്നതാണ്. ദരിദ്രരെ കേന്ദ്രബിന്ദുവാക്കിയാണ് സുവിശേഷത്തിൻ്റെ ഭ്രമണപഥങ്ങൾ വികാസം പ്രാപിക്കുന്നത്. ദരിദ്രരെ ചൂഷണം ചെയ്യുന്ന ഒരു ശൈലിയല്ല നാം സുവിശേഷത്തിൽ കാണുന്നത്. ആദിമ സഭാചരിത്രം പഠിപ്പിക്കുന്ന നടപടി പുസ്തകത്തിൽ 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ പൗലോസ് എന്ന പ്രേഷിതന് ജെറുസലേം സഭ നൽകുന്ന ഒരേ ഒരു താക്കീത് ദരിദ്രരെ കാണാതെ പോകരുത് എന്നാണ്. ദരിദ്രരോടുള്ള കടപ്പാട് തിരിച്ചറിഞ്ഞ് ദാരിദ്ര്യത്തിന് കാരണമാകുന്ന ചൂഷണം പോലുള്ള ഘടകങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതാണ് മാനസാന്തരമെന്ന് സക്കേവൂസിന്റെ കഥ നമ്മെ പഠിപ്പിക്കുന്നു. ധനവാന്റെയും ലാസറിന്റെയും കഥയിൽ ധനവാന്റെ സ്നേഹമില്ലായ്മയും പങ്കുവെക്കാനുള്ള വിമുഖതയുമാണ് പാപമായി ഈശോ അവതരിപ്പിക്കുന്നത്. ഇവിടെ ഭാഗ്യവാനായ മനുഷ്യൻ ദരിദ്രനാണ്. ലാസർ എന്ന വാക്കിനർത്ഥം ദൈവം സഹായമായുള്ളവൻ, ദൈവത്തെ ആശ്രയിച്ചു കഴിയുന്നവൻ എന്നൊക്കെയാണ്. ദൈവത്തിലുള്ള ആശ്രയത്വമാണ് ഒരുവനെ ഭാഗ്യവാനാക്കി തീർക്കുന്നത്. ദരിദ്രന്റെ ആവശ്യങ്ങളെ തിരിച്ചറിയുക ആരാധനയാണ് എന്നൊരു ദർശനവും വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നൽകുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 35-ാം വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു: എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഇവയൊക്കെ അവിടുന്ന് അരുളി ചെയ്യുമ്പോൾ സഹചർക്ക് നൽകുന്ന സേവനത്തെയും സഹായത്തെയും ദൈവദർശനത്തിനുള്ള മാർഗമായിട്ടാണ് അവിടുന്ന് അവതരിപ്പിക്കുന്നത്. മാനവസേവ, മാധവസേവ എന്നാണല്ലോ ഭാരതീയ സംസ്കാരം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. പൂർണ്ണതയിലേക്ക് ഒരുവൻ നടന്നെടുക്കുന്നത് അവൻ തനിക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് നൽകുമ്പോഴാണ്. സന്യാസ ജീവിതത്തിന്റെ വീക്ഷണകോണിൽ നിന്ന് ദാരിദ്ര്യത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. ഭൗതികതയിൽ സമ്പന്നരാകാതെ ദൈവത്തിൽ സമ്പന്നരാകാൻ വിളിക്കപ്പെട്ടവരാണ് സന്യസ്തർ. സന്യാസവ്രതങ്ങൾ അവയുടെ ചൈതന്യത്തിൽ ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകത 2-ാം വത്തിക്കാൻ കൗൺസിൽ ഊന്നി പറഞ്ഞിട്ടുണ്ട്. മിശിഹായുടെ അനുയായികളാകാൻ വേണ്ടി സ്വയം ഏറ്റെടുക്കുന്ന ദാരിദ്ര്യം എന്നും ലോകത്തിൽ വിലമതിക്കപ്പെടുന്ന ഒന്നാണ്. മിശിഹ അനുയായിയുടെ അടയാളമാണത്. തങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിൽ കണ്ടെത്താൻ വിളിക്കപ്പെട്ട സന്യസ്തർ അരൂപിയിലും യഥാർത്ഥത്തിലും ദരിദ്രരായിരിക്കാനുള്ള ധൈര്യം
പ്രകടമാക്കണം. അടിസ്ഥാന ആവശ്യങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടുകയും ഇല്ലായ്മകളിൽ അസ്വസ്ഥപ്പെടുകയും ചെയ്യാത്ത മാനസിക അവസ്ഥയാണ് ദാരിദ്ര്യമെന്ന് പെർഫെക്റ്റെ കാരിത്താത്തിസ് എന്ന രേഖയിൽ 13-ാം നമ്പറിൽ നാം വായിക്കുന്നു. വലിയ നിധി കണ്ടെത്തിയവൻ ഭൗതിക സമ്പത്ത് വേണ്ടെന്ന് വയ്ക്കുന്നതിൻ്റെ ആനന്ദമാണ് സന്യസ്തർ അനുഭവിക്കുന്നതും അനുഭവിക്കേണ്ടതും. ബ്രഹ്മചര്യം ദൈവസ്നേഹവും അനുസരണം ദൈവഹിതവും വെളിപ്പെടുത്തുന്നത് പോലെ ദൈവാശ്രയത്വം വെളിപ്പെടുത്തുന്ന വ്രതമാണ് ദാരിദ്ര്യം. നമ്മുടെ ജീവിതം, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എന്നിങ്ങനെ ദൈവം നമുക്ക് നൽകിയ ദാനങ്ങളിലാണ് നാം സന്തോഷം കണ്ടെത്തേണ്ടത്, അല്ലാതെ പണത്തിലോ ഭൗതിക വസ്തുക്കളിലോ അല്ല. ദരിദ്രനായിരിക്കുക എന്നതിൻ്റെ കൃത്യമായ അർത്ഥവും ഇത് തന്നെ. വല നന്നാക്കിയ ശേഷം കൈവരുന്ന മത്സ്യസമ്പത്തിനെക്കുറിച്ചുള്ള സ്വപ്നം ഉപേക്ഷിച്ച് മിശിഹായെ അനുഗമിച്ച പത്രോസ്ലീഹായുടെ ജീവിതശൈലിയാണ് സന്യസ്തർ സ്വീകരിക്കുന്നത്. ദൈവമാണ് മനുഷ്യന്റെ യഥാർത്ഥമായ ഏക നിക്ഷേപമെന്ന് സുവിശേഷ ദാരിദ്ര്യം പ്രഘോഷിക്കുന്നു. അനശ്വര നിധിയായ ദൈവത്തെ സ്വന്തമാക്കുമ്പോഴാണ് ദൈവരാജ്യത്തെ പ്രതി സ്വീകരിക്കുന്ന ദാരിദ്ര്യം ആനന്ദകരവും യഥാർത്ഥവുമാകുന്നത്. തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്നും ഈശോ മിശിഹ വഴി നമുക്കാവശ്യമായവയെല്ലാം നൽകുന്ന ദൈവത്തിലുള്ള സമ്പൂർണ്ണ ആശ്രയത്വമാണ് തങ്ങളെ മുഴുവനും ദൈവ ശുശ്രൂഷയ്ക്കും മനുഷ്യ സേവനത്തിനുമായി പരിധി വയ്ക്കാതെ സ്വയം വ്യയം ചെയ്യാൻ സമർപ്പിതരെ പ്രേരിപ്പിക്കുന്നത്. ഈ സ്വയം ദാനം സമർപ്പിതരെയും മറ്റുള്ളവരെയും ദൈവത്തിൽ സമ്പന്നരാക്കി തീർക്കുന്നു. മറ്റുള്ളവരെ സമ്പന്നരാക്കാൻ സമർപ്പിതർ ഏറ്റെടുക്കുന്ന ദാരിദ്ര്യം കുരിശിൽ സ്വയം ശൂന്യനാക്കിയ മിശിഹായുടെ ജീവിതത്തിലുള്ള പങ്കുചേരലാണ്. അധ്വാനത്തിന്റെ മൂല്യത്തിനും മഹത്വത്തിനും സാക്ഷ്യം വഹിക്കുക എന്നത് ദാരിദ്ര്യവ്രതത്തിന്റെ അവശ്യ ഘടകമാണ്. സ്വന്തം ജീവസന്ധാരണത്തിനു വേണ്ടി മാത്രമല്ല, ദരിദ്രരെ സഹായിക്കുന്നതിനും കൂടി ആവശ്യമായവ ജോലി ചെയ്തുണ്ടാക്കുക സന്യസ്തരുടെ കടമയാണ്. ലാളിത്യമാർന്ന ജീവിതശൈലിയും സ്വർഗപിതാവിൻ്റെ പരിപാലനയിലുള്ള പൂർണ്ണ ആശ്രയത്വവും ദാരിദ്ര്യത്തിൻ്റെ മിഴിവാർന്ന മാനങ്ങളാണ്. സ്വാർത്ഥതയും ആഡംബര ഭ്രമവും പാടെ നമ്മിൽ നിന്ന് അകറ്റിക്കളയാൻ ഈ വ്രതം നമ്മെ പ്രചോദിപ്പിക്കുന്നു. ആധുനിക മനുഷ്യൻ ഭൗതിക സമ്പത്തിൻ്റെ ക്ഷാമത്തെക്കാളേറെ ദൈവകൃപ ഒഴുക്കുന്ന വചനത്തിൻ്റെ ക്ഷാമമാണ് അനുഭവിക്കുന്നത്. ദൈവവചനം പങ്കുവെച്ചുകൊണ്ട് ഈ ക്ഷാമത്തെ നമുക്ക് ദൂരെ അകറ്റാം. ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ ദൈവരാജ്യം അവരുടേതാണ് എന്ന തിരുവചനം ഈ അവസരത്തിൽ സ്മരണീയമാണ്. ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കാൻ പ്രലോഭിതനാകുന്ന മനുഷ്യന്റെ തൃഷ്ണയ്ക്കുള്ള പ്രത്യൗഷധമാകണം സുവിശേഷ ദാരിദ്ര്യം. അവസാനമായി, പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യുന്നതും നഷ്ടപ്പെടുത്തി കളയുന്നതും വരും തലമുറയ്ക്ക് അവകാശപ്പെട്ടവ നിഷേധിക്കുകയാണെന്ന ബോധ്യത്തോടെ പ്രകൃതിയെയും പ്രകൃതി വിഭവങ്ങളെയും സംരക്ഷിക്കുവാൻ യത്നിക്കുന്നതും ദാരിദ്ര്യ ചൈതന്യത്തിന് ചേർന്നതാണെന്ന് നമുക്ക് തിരിച്ചറിയാം. അങ്ങനെ ക്രിയാത്മകമായി നമുക്ക് ദാരിദ്ര്യത്തെ സ്വീകരിക്കാം. ഈശോയുടെ വചനം ഒരിക്കൽ കൂടി നമുക്ക് സ്മരിക്കാം. ദരിദ്രരെ, നിങ്ങൾ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ ദൈവരാജ്യം നിങ്ങളുടേതാണ്. ഏവർക്കും പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ തിരുനാൾ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ ആശംസിക്കുന്നു.